എന്നാണ് അറിയപ്പെടുന്ന ശ്രീ പണിക്കർ വിദ്യാഭ്യാസവും പുസ്തകങ്ങളുമാണ് പുരോഗതിയുടെ താക്കോലം. അദ്ദേഹത്തിന്റെ സമ്മേളനം 1942 കേരളത്തിലെ ആദ്യത്തെ പൊതു ലൈബ്രറി സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ അനുസരിക്കുന്നതിനായി ദേശീയ വായനാ ദിനവുമായി പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതിനായി പ്രിയ കൂട്ടുകാരെ ക്ഷണിക്കുന്നു. National Reading Day is observed on 19th June. The day marks the death anniversary of B.N. Panikkar, who is famously known as the father of the library and literacy movement in Kerala. To promote the habit of reading and raise awareness about the importance of books, they celebrated the day encourages people to embrace reading and recognize its benefits. It aims to highlight the importance of reading. In India, Prime Minister Narendra Modi in 2017 declared the June 19 Kerala's Reading Day as National Reading Day in India. What you learn to read, you will be forever free. Thank you.
morning. Do you know what is the importance of today? What is the importance of today? Reading day. So, National Reading Day. Okay. So, yesterday we decided. So, today's assembly is presented. Okay. So, അതുകൊണ്ട് ഞാൻ ഇന്ന് മലയാളത്തിൽ കുറച്ച് കാര്യം പറഞ്ഞു. ഓക്കെ, ആദ്യം നിങ്ങളിപ്പോൾ കുറച്ച് നേരം എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ റീഡിംഗ് ഡേ നടത്തുന്നതെന്ന് മനസ്സിലായോ? അദ്ദേഹം ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? പി എൻ പണിക്കർ. ആരാ പി എൻ പണിക്കർ? ആരാ പി എൻ പണിക്കർ? ആരാ? കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അധ്യാപകനായിരുന്നു. ചെറുപ്പകാലത്ത് ഏകദേശം 5000-ഓളം ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് അവിടെ എല്ലാം ലൈബ്രറികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അങ്ങനെ വലിയ ഒരു പ്രസ്ഥാനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ്. ആരാണ്? അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ 100% സാക്ഷരതയിൽ നേടാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പൊ നമ്മുടെ മുമ്പിലും മൂലയിലും എവിടെ നോക്കിയാലും നമുക്ക് എന്ത് കാണാം? ലൈബ്രറി കാണാൻ പറ്റും. പക്ഷേ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രം അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മുടെ കുറെ കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണ്. ഒന്ന്, നമ്മളെല്ലാവരും നമ്മുടെ സ്കൂളിൽ എല്ലാവരും സ്കൂളുകൾ സ്മാർട്ടാക്കുക എന്നുള്ളതല്ല, നമ്മളെല്ലാവരും സ്മാർട്ടാകാൻ നമ്മളെല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ബി. Jolly day at home. Reading makes me feel on top of the bed. ഓക്കെ, പുസ്തകം ആലോചന. അടുത്തത് സെക്കൻഡ് ബി. Today a leader, tomorrow a സെക്കൻഡ് ബി. വളരുക, വിവേകം നേടുക, പുസ്തകം പോലെ നമുക്ക് എഴുതുന്ന നല്ല ചങ്ങാതിമാർ വേറെ ഇല്ല. താങ്ക് യു. ഒരു ക്ലാപ്പ് കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് ബി. ഫോർത്ത് നിർത്തിയ ഫോർത്താണ് ഞാൻ. ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത് പെട്ടെന്നുണ്ട്. ജ്ഞാനത്തിന്റെ പാതയിലേക്കുള്ള ആദ്യ കാൽവെപ്പ്. ഫോർത്ത് Think before you speak, read before you think.
fifth standard. അർജുൻ പറഞ്ഞത് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. അടുത്ത sixth standard. ഒരു നല്ല പുസ്തകം 100 നല്ല കൂട്ടുകാർക്ക് സമാനമാണ്. എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല ഗ്രന്ഥശാലയ്ക്ക് സമാനമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. അടുത്ത seventh standard. The more that you read, the more things you will know. The more that you learn, the more that you think you will go. A book is a gift that you hold in your hand.